ഡോക്ടർ ഹാരിസ് ചിറക്കലിന് മുഖ്യമന്ത്രിയുടെ വിമർശനം. ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് ഹാരിസിന്റെ പ്രതികരണം കാരണമായി. കണ്ണൂരിലെ മേഖലാ അവലോകന യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, ഡോക്ടറുടെ പ്രതികരണം വിവാദമാവുകയും അതിന് പിന്നാലെ മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങളൊക്കെ എത്തിച്ചതിന് ശേഷമാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്താണ് CM പറയുന്നത്? ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വലിയ തോതിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. മാത്രമല്ല, പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ന് സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും മുന്നിലും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇന്ന് കണ്ണൂരിൽ മേഖലാ അവലോകന യോഗത്തിൽ ഡോക്ടർക്കെതിരെ അതിശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത്. ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ശേഷം അതിന് മറുപടി പറയുന്നതിനിടെയായിരുന്നു മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് അദ്ദേഹത്തെ പോയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ വ്യക്തി തെറ്റായെന്ന് ആരും പറയുന്നില്ല. പക്ഷേ നല്ല അർപ്പണബോധത്തോടെ ജോലി ചെയ്യുന്ന, അഴിമതി തിരടാത്ത, ആത്മാർത്ഥത്തോടെ ജോലി എടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അത്തരമൊരാൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റിദ്ധരിക്കുന്നതിന് കാരണമായി അത് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇത് നമ്മുടെ മുന്നിൽ അനുഭവ പാഠമായിരിക്കണം. എല്ലാ കാര്യവും പൂർണ്ണമായിരിക്കണം എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട്. ഈ ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ആ ശസ്ത്രക്രിയക്ക് വേണ്ട ഉപകരണങ്ങൾ ചിലപ്പോൾ ചിലതില്ലാത്ത സ്ഥിതി ഉണ്ടാകാം. അത് എല്ലാ കാലത്തുമുള്ള നിലയല്ല. വളരെ വേഗം തന്നെ അത്തരം ഉപകരണങ്ങൾ വാങ്ങി നൽകാറുണ്ട്. അദ്ദേഹം ഉന്നയിച്ച പ്രശ്നത്തിൽ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒരു അതൃപ്തി ഉണ്ടായാൽ തന്നെ അത് കേരളത്തെ വലിയ തോതിൽ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ പുറത്തുവിട്ടാൽ അത് നാം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം തെറ്റായ ചിത്രീകരണത്തിനിടയാക്കും. എല്ലാവരും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതാദ്യമായിട്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വരുന്നത്. ഈ പരിപാടി മാധ്യമങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. പിന്നെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന ഒരു കുറിപ്പായി അല്പസമയം മുമ്പ് പുറത്തു വന്നത്. അങ്ങനെയെങ്കിൽ സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും കാര്യമായി ഈ പ്രതികരണം FB പോസ്റ്റ് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതിപ്പോൾ ഒരു ഇല്ലാത്ത കാര്യമായിരുന്നുവെങ്കിൽ ഇത്ര തിടുക്കത്തിൽ വിമാനമാർഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യത്തിനുള്ള ഉപകരണങ്ങളൊക്കെ എത്തിച്ച് മുടങ്ങിപ്പോയ ശസ്ത്രക്രിയയൊക്കെ ഇന്ന് ആരംഭിക്കേണ്ടിയിരുന്നില്ല. അപ്പോൾ ആ നടപടികളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു. അർത്ഥത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ തോതിലുള്ളൊരു പിന്തുണ ഡോക്ടർക്ക് ലഭിക്കുകയും ചെയ്തതിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം, അത് ഈ പ്രതിപക്ഷം ഇതിനെ വലിയൊരു ആയുധമാക്കി ഉയർത്തിയെടുക്കുകയും എല്ലാ മെഡിക്കൽ കോളേജ് ആസ്ഥാനങ്ങളിലേക്കും കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കുമോ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വരുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ശ്രീപുദ്ദീൻ. അതായത് പൊതുസമൂഹത്തിൽ ഈ വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡോക്ടർ ഉന്നയിച്ച വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വലിയൊരു പൊതു ചർച്ച ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല, ഡോക്ടർമാരടക്കമുള്ളവർ ഇന്ന് പണിമുടക്കിലേക്ക് പോയ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഒപ്പം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലും ഇന്ന് വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. മാത്രമല്ല, മുഖ്യമന്ത്രിക്കും ആരോഗ്യ മേഖലയ്ക്കുമെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഉയർന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതിനിടയിലാണ് ഇന്ന് മേഖലാ അവലോകന യോഗത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാവുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല, ഈ പ്രതികരണം കൃത്യമായി, അതായത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്ക് ഈ പരിപാടി കവർ ചെയ്യാൻ കഴിയുമായിരുന്നില്ല, ചിത്രീകരിക്കാൻ കഴിയുമായിരുന്നില്ല. ഇതിന്റെ ആമുഖ പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളെ അവിടെ നിന്ന് മാറ്റിയിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഈ അവലോകന യോഗത്തിൽ ഈ പ്രസ്താവന നടത്തുന്നത്. അത് തീർച്ചയായും പ്രസിദ്ധീകരിക്കപ്പെടണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്ന നിലയിൽ തന്നെ പുറത്തു വരണം എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് PRD ഒരു വാർത്താക്കുറിപ്പായി ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ സുനിൽ, FB പോസ്റ്റ് പൊതുസമൂഹം അതിനെ ഏറ്റെടുത്തെങ്കിൽ കൂടിയും വലിയ തോതിലുള്ള പിന്തുണയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചെങ്കിൽ കൂടിയും അതൊരു അച്ചടക്ക ലംഘനമാണ്. അപ്പോൾ അച്ചടക്ക ലംഘനത്തിനൊരു അച്ചടക്ക നടപടി അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ വലിയൊരു പ്രതിഷേധം ഉയർന്നൊരു വിഷയമായതുകൊണ്ട് ഒരു താക്കീതിലൊക്കെ ഒതുങ്ങുമെന്നതായിരുന്നു അല്പസമയം മുമ്പ് വരെയുള്ള റിപ്പോർട്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം അദ്ദേഹത്തിന് ഒരു വലിയ അച്ചടക്ക നടപടി വരാനുണ്ട് എന്നതിന്റെ ഒരു സൂചനയായി കാണണമോ? നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തിടുക്കപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി ഉണ്ടാകില്ല എന്നാണ്. കാരണം അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. അത് കൂടുതൽ സർക്കാരിനെ തന്നെ കൂടുതൽ പ്രതിരോധത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക്
എത്തിക്കാനാണ് അത് ഉപകരിക്കൂ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തിടുക്കപ്പെട്ട ഒരു അച്ചടക്ക നടപടി ഉണ്ടാവില്ല. മാത്രമല്ല ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഏതെങ്കിലും അച്ചടക്ക നടപടി ഉണ്ടാവുകയാണെങ്കിൽ അത് താൻ അംഗീകരിക്കാൻ തയ്യാറാണ്. അത് തന്റെ മുന്നിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തരത്തിലൊരു പ്രസ്താവന നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി ഈ ഡോക്ടർ ഹാരിസ് ചിറക്കൽ നേരത്തെ പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടി ഉണ്ടായാലും പ്രശ്നമല്ല എന്ന നിലപാടിലാണ് ഡോക്ടർ ഉള്ളത്. പക്ഷേ പൊതുസമൂഹത്തിന്റെ പിന്തുണ ഇത്രയധികം ലഭിച്ച ഒരു പശ്ചാത്തലത്തിൽ തിടുക്കപ്പെട്ട നടപടി ഡോക്ടർക്കെതിരെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ശരി, ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് സുനിൽ ഐസക് നൽകിയത്.